Hi all, welcome to I Plus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ നമുക്ക് പൊളിറ്റിക്സിൽ കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ജനാധിപത്യം. ഇപ്പം എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനാധിപത്യം? നമുക്കറിയാം എന്താണ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരണം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ജനാധിപത്യം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും എവിടെയാണ്? ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഗ്രീക്കിലാണ് അത് തുടക്കം കുറിച്ചത്. എങ്കിൽ പോലും ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമുക്ക് ജനാധിപത്യത്തിലേക്ക് പോകാം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്നാണ് ജനാധിപത്യം അറിയപ്പെടുന്നത്. അപ്പം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന, അപ്പം ജനങ്ങൾക്ക് വേണ്ടി, അതായത് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ എല്ലാ കാര്യത്തിനും സംരക്ഷണം നൽകുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഭരിക്കുന്ന ഗവൺമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ്, അതേപോലെ തന്നെ അധികാരം എന്നർത്ഥം വരുന്ന ക്രൈറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പം ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തത് എങ്ങനെയാണ്? രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ഡെമോസ് എന്നും അതേപോലെ തന്നെ ക്രൈറ്റോസ് എന്നും. ഡെമോസിന്റെ മീനിങ് എന്താണ്? ജനങ്ങൾ എന്നും, അതേപോലെ ക്രൈറ്റോസിന്റെ മീനിങ് അധികാരം എന്നുമാണ്. ഓക്കെ, അപ്പം എന്താണ്? ഡെമോസ് മീൻസ് ജനങ്ങൾ എന്നാണ്. അപ്പം ജനങ്ങൾ എന്നാണ് ഗ്രീക്കിൽ ഡെമോസ് അറിയപ്പെടുന്നത്. അതേപോലെ അധികാരം എന്ന വേർഡിന് എങ്ങനെ പറയും? ക്രൈറ്റോസ് എന്ന് പറയും അല്ലേ. അപ്പം ഡെമോസും ക്രൈറ്റോസും ചേർന്നിട്ടാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വേർഡ് ഫോം ചെയ്തത്. ഡെമോക്രസി ശരിക്കും എന്താണ്? ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അപ്പം ഡെമോക്രസി എന്ന വേർഡ് ഫോം ചെയ്ത് ഏതാണ്? ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന ഭരണക്രമമാണ് ജനാധിപത്യ ഭരണക്രമം. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സാധാരണക്കാരായ നമ്മൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ ജനാധിപത്യ ഭരണഘടനയിൽ എങ്ങനെയാണ്? എല്ലാവരും തുല്യരാണ്. അവിടെ കാശ് കൂടുതലുള്ളവനെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതലുണ്ടെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് അവർ രാജാവെന്നോ എന്നൊന്നും ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒരു ഭരണക്രമമാണ് ഏതെന്ന് പറയുന്നത്, ജനാധിപത്യത്തിൽ ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യ ഭരണക്രമത്തിന് വേണ്ടി നടന്ന പ്രധാന സമരങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നിവ. അപ്പോൾ എന്താണ്? ഈ ജനാധിപത്യം കൊണ്ടുവരാനായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന കുറേ സമരങ്ങളുടെ പേരാണ് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവം അല്ലേ, ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ അമേരിക്കൻ വിപ്ലവം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇതിനൊക്കെ ശേഷമാണ്, ഈ വിപ്ലവങ്ങൾക്ക് ശേഷമാണ് ഈ രാജ്യം ഫ്രാൻസിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുശേഷം എന്താണ്? അവിടെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജനാധിപത്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഏതൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ അമേരിക്കൻ വിപ്ലവം, പിന്നീട് ഏതാണ് പ്രധാനപ്പെട്ടവയാണ് പറഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇവയെല്ലാം. ഓക്കെ, പൊതു തെരഞ്ഞെടുപ്പും അതിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടവും ഉണ്ടാകുന്നത് ജനാധിപത്യത്തിലൂടെയാണ്. അപ്പം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മികവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പൊതു തിരഞ്ഞെടുപ്പ്. അതായത് തിരഞ്ഞെടുപ്പ് നടക്കും, തിരഞ്ഞെടുത്താണ്. അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മളുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്നു. ആ ഒരു രീതിയാണ് അല്ലേ. അപ്പോൾ പൊതു തിരഞ്ഞെടുപ്പ് എന്താണ്? ജനാധിപത്യത്തിൻ്റെ ഒരു ഫീച്ചറാണെന്ന് നമുക്ക് പറയാം. ജനാധിപത്യത്തെ രണ്ടായി തരംതിരിക്കാം. പ്രത്യക്ഷ ജനാധിപത്യമെന്നും പരോക്ഷ ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യത്തെ നമുക്ക് എങ്ങനെ തിരിക്കാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രത്യക്ഷ ജനാധിപത്യം എന്നും അതേപോലെ തന്നെ എന്താണ്? പരോക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം എന്താണ്? ഡയറക്റ്റ് ഡെമോക്രസിയും, അതേപോലെ പരോക്ഷ ജനാധിപത്യം എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ അത് ഓർത്തിരിക്കുക. ജനാധിപത്യത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡെമോക്രസി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് ഡെമോക്രസി എന്നും ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും. പ്രത്യക്ഷ ജനാധിപത്യവും ഉണ്ട്, പരോക്ഷ ജനാധിപത്യവും ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം, അല്ലെങ്കിൽ എന്താണ് പരോക്ഷ ജനാധിപത്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗവൺമെന്റ് ദൈനംദിന ഭരണത്തിലും നിർണയ രൂപീകരണത്തിലും പൗരന്മാർ പ്രത്യക്ഷമായി പങ്കെടുക്കുന്ന ജനാധിപത്യം അറിയപ്പെടുന്നത് പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. അപ്പം എന്താണ്? അപ്പം ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും എന്താണ്? പൗരന്മാർ, സിറ്റിസൺ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ പൗരൻ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് അതിലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രത്യക്ഷ ജനാധിപത്യം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗ്രാമസഭ. അപ്പം ഗ്രാമസഭയിൽ എങ്ങനെയാണ്? അപ്പം ഗ്രാമസഭ ഓരോ വാർഡിലും ഗ്രാമസഭ കൂടും അല്ലേ. ഇപ്പം പഞ്ചായത്തിൻ്റെ ഓരോ വാർഡ് കണക്കിന് ഗ്രാമസഭ കൂടും. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ,
പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം അവിടെ വന്നിരിക്കും. എന്നിട്ട് ഈ വാർഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ചെന്നിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോരുത്തരും, വാർഡിലെ മെമ്പേഴ്സ് മീൻസ് ആ വാർഡിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും അവിടെ ചെന്നിരിക്കും. എന്നിട്ടാണ് അവരെന്താണ് ഓരോ കാര്യം വെച്ചിട്ട് ഓരോരുത്തർക്ക് മാർക്ക് ഇട്ടാണ്. അപ്പോൾ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാണ് ആ ഗ്രാമസഭയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അപ്പം ജനങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ പൗരന്മാർ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ജനാധിപത്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഗ്രാമസഭ. ഓക്കെ, ഇനി ജനാധിപത്യത്തിന്റെ ഏറ്റവും പൂർണ്ണവും ശുദ്ധവുമായ മാതൃകയാണ് പ്രത്യക്ഷ ജനാധിപത്യം. അപ്പോൾ ഓർത്തിരിക്കുക, ജനാധിപത്യത്തിന്റെ ഏറ്റവും പൂർണ്ണവും ശുദ്ധവുമായ മാതൃകയാണ് പ്രത്യക്ഷ ജനാധിപത്യം. കാരണം എന്താണ്, അവിടെ പൗരന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ആയിട്ട് അവിടെ ചെന്ന് നമുക്ക് കാര്യങ്ങൾ പറയാം, അല്ലേ? അപ്പം നമ്മളും എന്താണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പരോക്ഷ ജനാധിപത്യം എന്ന് നോക്കാം. ജനങ്ങൾ ഭരണകാര്യങ്ങളിൽ പ്രത്യക്ഷമായി പങ്കെടുക്കാതെ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നത് അറിയപ്പെടുന്നത് പരോക്ഷ ജനാധിപത്യം. അപ്പം എന്താണ് പരോക്ഷ ജനാധിപത്യം? അവിടെ ഒരു പൗരന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ ഇലക്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നു. അയാളാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല, പകരം നമ്മുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് അയക്കുന്നു. ആ തരത്തിലുള്ള ഒരു ജനാധിപത്യത്തെ നമുക്ക് എന്തെന്ന് പറയാം, പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ എന്താണ്, പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയാം, അല്ലെ? ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും. പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഓക്കെ, അപ്പോൾ വ്യത്യാസം ഓർത്തിരിക്കുക. പൗരന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷ ജനാധിപത്യവും, അതല്ല നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ഇലക്ട് ചെയ്ത് വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, പരോക്ഷ ജനാധിപത്യവും ആണ്. പരോക്ഷ ജനാധിപത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പോൾ പരോക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരെന്താണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ഇലക്ട് ചെയ്യുകയാണ്, ഒരാളെ ഇലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരാളെ ഇലക്ട് ചെയ്ത് വിടുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പേരുകൾ ഓർത്തിരിക്കുക. ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് കണ്ടാലും നിങ്ങൾ ഓർത്തിരിക്കുന്നത് എന്താണ്, പരോക്ഷ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, പരോക്ഷ ജനാധിപത്യം തന്നെ ആണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഇപ്പം എന്താണ്, ഇപ്പം ലോക്സഭ, അതേപോലെ തന്നെ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതേപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇലക്ഷൻ നടക്കും. ആ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഏതാണ്, പ്രത്യക്ഷ ജനാധിപത്യമാണ്. കാരണം എന്താണ്, നമ്മൾ ഡയറക്റ്റ് നേരിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ വോട്ട് ചെയ്തിട്ട് ഒരാളെ ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രത്യക്ഷ ജനാധിപത്യം അല്ലെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിക്ക് എക്സാമ്പിളാണ് ലോക്സഭയിലേക്കുള്ളത്, അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ്. ഇനി പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, രാഷ്ട്രപതി ഇലക്ഷൻ, അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെ അംഗങ്ങളെ ഇലക്ട് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണങ്ങൾ. അതായത് നമ്മൾ ഡയറക്റ്റ് ആണ് നമ്മുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്, ഒരിക്കലും അല്ല. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ് ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് വോട്ട് ചെയ്തിട്ടാണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പിന്നെ രാജ്യസഭാ മെമ്പർ ആണെങ്കിലും പ്രസിഡന്റിന് എന്താണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? 9 പേരെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ട്. രാജ്യസഭയിലേക്ക് ഇലക്ഷൻ മൂലം മാത്രമല്ല, രാജ്യസഭാ അംഗമാവാൻ ഇലക്ഷൻ വഴിയും ആൾക്കാരെ ഇലക്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് പിന്നെ അതേപോലെ തന്നെ പ്രസിഡന്റിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനും പറ്റും, അല്ലേ? അപ്പോൾ ആ 2 രീതിയുണ്ട്. അപ്പം ലോക്സഭയല്ല പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, അതേപോലെ പിന്നെ വൈസ് പ്രസിഡന്റ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇതെല്ലാം എന്തിൻ്റെ രീതിയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ എക്സാമ്പിളാണ്, പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയുടെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയും പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓർത്തിരിക്കുക. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എക്സാമ്പിൾ വരുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതേപോലെ ലോക്സഭയിലേക്ക്, പിന്നീട് ഏതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഈ 3 ഇലക്ഷനും പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ പരോക്ഷ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ, അതേപോലെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, ഇതെല്ലാം എന്താണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ. ഇനി എന്താണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ, അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 റഫറണ്ടം, 2 തിരിച്ചു വിളിക്കൽ, പ്ലെബിസൈറ്റ്, അഭിക്രമം,
അപ്പം 4 രീതികളാണ്, അല്ലെ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മാർഗങ്ങൾ എന്ന് പറയുന്നത് 4 മാർഗങ്ങളാണ്. എന്തൊക്കെയാണ്? റഫറൻഡം ഉണ്ട്, തിരിച്ചു വിളിക്കലുണ്ട്, പിന്നീട് എന്താണ് പ്ലെബിസൈറ്റ്, പിന്നെന്താണ് അഭിക്രമം. അങ്ങനെ 4 മാർഗങ്ങളാണ് പ്രത്യക്ഷ ജനാധിപത്യ രീതിയിലുള്ള മാർഗങ്ങൾ, അല്ലെ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ് 4 രീതിയിലാണ് നടക്കുന്നത്. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നിലനിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇപ്പോഴും എന്താണ് പ്രത്യക്ഷ ജനാധിപത്യ ആ ഒരു തിരഞ്ഞെടുപ്പ് രീതി അല്ലെങ്കിൽ മാർഗങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിയൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല, പക്ഷേ ഇപ്പോഴും ഈ ഒരു രീതി നിലനിൽക്കുന്ന ഒരു നാടാണ് ഏതെന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന കൺട്രി. നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് റഫറൻഡം. അപ്പോൾ എന്താണ് റഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിയമനിർമ്മാണ സഭ, അതായത് നമ്മുടെ ലോക്സഭയും രാജ്യസഭയും കൂടി ചേർന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കി ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡയറക്റ്റ് അത് ബില്ല് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ എന്താണ് ഈ റഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സായാലും ജനങ്ങൾക്ക് അത് അത്യാവശ്യമാണോ അല്ല അവരുടെ അഭിപ്രായവും കൂടെ ചോദിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റഫറൻഡം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? ഇപ്പോൾ ലോക്സഭയിലെ മെമ്പേഴ്സും രാജ്യസഭയിലെ മെമ്പേഴ്സും അത് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഒരു ബില്ല് പാസ്സായി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും റഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞിട്ട് ജനങ്ങളോട് അവരുടെ അഭിപ്രായം ചോദിക്കും, വോട്ടെടുപ്പിലൂടെ അവരവരുടെ അഭിപ്രായം പറയും. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റഫറൻഡം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തവും താല്പര്യവും ഉണ്ടാകുന്നതിന് നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്യുന്നത് റഫറൻഡത്തിലൂടെയാണ്. അപ്പം എന്താണ്? അപ്പം നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്കൊരു പങ്കാളിത്തം വരും, അല്ലേ? അപ്പോൾ അവർക്കും നിയമങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും, അവർക്ക് അതിലൊരു താല്പര്യം വരും. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് അവർക്കും കുറച്ചുകൂടി ഒരു താല്പര്യവും കൂടി വരും. എങ്ങനെയാണ്? ഈ റഫറൻഡം പോലുള്ള സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് കണ്ടാൽ കാലാവധി തീരുന്നതിന് മുമ്പേ വോട്ടെടുപ്പിലൂടെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന രീതിയാണ് തിരിച്ചു വിളിക്കൽ. അപ്പം നമ്മൾ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് തിരിച്ചു വിളിക്കൽ. ഒന്നാമത്തെ മാർഗം റഫറൻഡം. അതെന്താണ്? പാസ്സാക്കിയ ഒരു ബില്ല് ജനങ്ങളുടെ അഭിപ്രായം കൂടി അന്വേഷിക്കുന്നതിന് റഫറൻഡം എന്ന് പറയും. രണ്ടാമത്തെ രീതി എന്താണ്? തിരിച്ചു വിളിക്കൽ. എന്താണ് തിരിച്ചു വിളിക്കൽ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ ഇലക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു MLA ഇലക്ട് ചെയ്ത് വിട്ടു. അപ്പം അദ്ദേഹം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അല്ലെ? അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര തൃപ്തികരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള അവകാശമുണ്ട്. തിരിച്ചു വിളിക്കാൻ മീൻസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് റദ്ദാക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തിരിച്ചു വിളിക്കൽ എന്ന് പറയുന്നത്. തിരിച്ചു വിളി അല്ലെങ്കിൽ തിരിച്ചു വിളിക്കൽ എന്ന് പറയും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മലയാളത്തിലൊരു മൂവിയുണ്ട് വൺ എന്ന് പറഞ്ഞിട്ട്, മമ്മൂട്ടിയുടെ ഒരു മൂവിയാണ്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് തിരിച്ചു വിളിക്കൽ. അപ്പോൾ എന്താണ്? നമ്മൾ ഇലക്ട് ചെയ്ത് വിട്ട ആൾ നമ്മൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ജനങ്ങൾക്ക് അയാളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് തിരിച്ചു വിളിക്കൽ എന്ന് പറയുന്നത്. അടുത്തത്, വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. അപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്, സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അതിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനെയാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ജനഹിത പരിശോധന എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ജനഹിത പരിശോധന. അപ്പോൾ ഓർത്തിരിക്കുക, ഒന്നാമത്തെ റഫറൻഡം, രണ്ടാമത്തത് തിരിച്ചു വിളിക്കൽ, മൂന്നാമത്തെ എന്താണ്? ജനഹിത പരിശോധന. അപ്പോൾ എന്താണ്? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനഹിത പരിശോധന എന്ന് പറയുന്നത്. അടുത്തത്, ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം ഭൂരിപക്ഷത്തിന് അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ജനഹിത പരിശോധന. അപ്പം ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം, അതായത് ഇപ്പം നമ്മൾ ഇലക്ട് ചെയ്ത് വിട്ട ആൾക്കാർ, അപ്പോൾ അവർ ന്യൂനപക്ഷമാണ്, അവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പുറത്ത് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായം ഭൂരിപക്ഷത്തിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ജനഹിത പരിശോധന. അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു, അത് ജനങ്ങൾ കൂടി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അതോ അവരതിനെ വേണ്ടാന്ന് വെക്കുമോ എന്നുള്ള ഒരു രീതിയിൽ ഒരു വോട്ടെടുപ്പോ വല്ലതും നടത്തി എന്ത് ചെയ്യുക, ആ ഒരു തീരുമാനം കറക്റ്റാണോ എന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, അത് പാസ്സാക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനഹിത പരിശോധന എന്ന് പറയുന്നത്. നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയാൽ അതിന് ജനങ്ങൾ മുൻകൈ എടുക്കുന്നതാണ് അഭിക്രമം. അപ്പം എന്താണ്? അപ്പം നിയമനിർമ്മാണ സഭ, അപ്പോൾ ലോക്സഭയും രാജ്യസഭയും എന്താണ് നിയമം നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തെറ്റിയാൽ എന്താണ് ജനങ്ങൾ ഡയറക്റ്റ് എന്താണ്
അവരുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ജനങ്ങൾ എന്താണ് ഡയറക്റ്റ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഭിക്രമം, അല്ലെ ജനങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അഭിക്രമം എന്ന് പറയുന്നത്. അപ്പം 4 സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് റഫറണ്ടം, രണ്ടാമത്തെ തിരിച്ചുവിളിക്കൽ, മൂന്നാമത്തേത് എന്താണ് ജനഹിത പരിശോധന, നാലാമത്തേത് എന്താണ് അഭിക്രമം. 4ാമത്തെ സ്റ്റെപ്പാണ് അഭിക്രമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജനാധിപത്യത്തിന്റെ മുന്നൊരുക്കങ്ങൾ. ഇനി ജനാധിപത്യത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നെന്താണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അവബോധം, വിദ്യാഭ്യാസം, സ്വതന്ത്ര മാധ്യമങ്ങൾ. അപ്പം പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതായത് ജനാധിപത്യത്തിന് വേണ്ടി പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. എന്തൊക്കെയാണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം, പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയ അവബോധം വേണം, പിന്നീട് വിദ്യാഭ്യാസം വേണം, സ്വതന്ത്ര മാധ്യമങ്ങൾ. ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡെമോക്രസി മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അത് ഓരോന്നും നമുക്ക് നോക്കാം. പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. രാഷ്ട്രീയത്തെയും കുറിച്ചുള്ള അറിവാണ് രാഷ്ട്രീയ അവബോധം. അപ്പം എന്താണ്? അപ്പം രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ട് ഇപ്പം എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് എങ്കിൽ എന്താണ് എനിക്കത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചുമ്മാ അവിടെ കുറേ പേര് പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ കുറേ പേര് പറയുന്നു, അത് കേട്ട് മനസ്സിലാക്കുന്നതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് കുറേ അറിവുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ അവബോധവും, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് രാഷ്ട്രീയ അവബോധത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസം. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പേരെന്തോ പറഞ്ഞു, ഇവിടെ ഇരുന്ന് കുറച്ച് പേരെന്തോ പറഞ്ഞു, അതെല്ലാം കൂടെ കേട്ടിട്ടല്ല നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് ഗാഢമായിട്ടല്ല അഗാധമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. അല്ലെ എന്താണ് രാഷ്ട്രീയം എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജനാധിപത്യ ആശയങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ അവബോധം ഉളവാക്കുന്നത് വിദ്യാഭ്യാസം. അപ്പോൾ എന്താണ്? ഇപ്പോൾ ജനാധിപത്യ ആശയങ്ങളെക്കുറിച്ച് അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റഷ്യയിലെ കാര്യങ്ങൾ, ഇപ്പം ലെനിൻ്റെയും കാൾ മാർക്സിൻ്റെ ഒക്കെ കാര്യം, അപ്പോൾ എന്താണ് അവരൊക്കെ കുറേ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കുറേ ബുക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല ചിന്താധാരകളിലുള്ള കുറേ പേര് എഴുതിയ ബുക്കുകളൊക്കെ നമ്മൾ നന്നായിട്ട് വായിക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ പറയുന്നതാണോ അതല്ല ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി വേണം? രാഷ്ട്രീയ അവബോധം കൂടി വേണം. പൗരന്മാരുടെ ചിന്താശീലത്തെയും സൃഷ്ടിപരമായ വിമർശന ശേഷിയെയും വർദ്ധിപ്പിക്കുന്നത് വിദ്യാഭ്യാസം. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളൊരു കാര്യം തെറ്റാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തുറന്ന് പറയാൻ പറ്റൂ അല്ലേ. അപ്പം നമ്മുടെ ഇനി എത്ര വലിയ ആളാണെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പൗരന്മാരുടെ ചിന്താശീലത്തെയും കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സൃഷ്ടിപരമായ വിമർശന ശേഷിയെയും വർദ്ധിപ്പിക്കുന്നത് എന്ത് തന്നെയാണ്? വിദ്യാഭ്യാസം തന്നെയാണ്. ഓക്കെ, അടുത്തത് പൗരന്മാരുടെ ചിന്താശീലത്തെയും അത് തന്നെയാണ്, അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ജനാധിപത്യ ആശയങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് സ്വതന്ത്ര മാധ്യമങ്ങൾ. ഇപ്പം എന്താണ്? അപ്പം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത് അല്ലേ. ഇപ്പം നവമാധ്യമങ്ങൾ വഴിയാണ് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും, അത് നല്ല കാര്യങ്ങളാണെങ്കിലും മോശമായ കാര്യങ്ങളായാലും നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങൾ വഴിയാണ്. അതേപോലെ ജനാധിപത്യത്തിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ അറിയുന്നത് നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത്. അഴിമതി, സ്വജനപക്ഷപാതം, തീവ്രവാദം തുടങ്ങിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടുന്നത് മാധ്യമങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞത് തന്നെ. എന്താണ്? അപ്പം ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിലും മോശമായ പ്രവൃത്തിയാണെങ്കിൽ പോലും അത് നമ്മൾ അറിയുന്നത് എന്തുവഴിയാണ്? മാധ്യമങ്ങൾ വഴിയാണ്. അപ്പം അഴിമതിയാണെങ്കിലും സ്വജനപക്ഷപാതമാണെങ്കിലും എല്ലാം മാധ്യമങ്ങളാണ് നമ്മളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത്? തുറന്നു കാട്ടുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ഗവൺമെന്റ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലേക്ക് തുറന്നു കാട്ടുന്ന ആര് തന്നെയാണ്? സ്വതന്ത്ര മാധ്യമങ്ങളാണ്.
അടുത്തത് ജനാധിപത്യം ഇന്ത്യയിൽ. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26. നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യക്കൊരു ഭരണഘടന നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 26. അപ്പോൾ അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പറയുന്നത്. ജനാധിപത്യ ഭരണക്രമം നിലനിർത്താനുള്ള വ്യവസ്ഥയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയിലാണ്. അപ്പം എന്താണ്, അപ്പം ഈ ജനാധിപത്യ ഒരു ഭരണം നിലനിൽക്കുന്നത് ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും എന്ത് നിലനിൽക്കുന്നത്, ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നിലനിന്ന് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. അത് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. സ്വാതന്ത്ര്യം മുതൽ ഇന്നേ വരെ ജനാധിപത്യം ഒരു ഭരണ വ്യവസ്ഥയായി നിലനിർത്താൻ സാധിച്ച രാജ്യവും ഇത് തന്നെയാണ്, ഇന്ത്യയാണ്. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും ജനാധിപത്യം നിലനിർത്തിക്കൊണ്ട് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജനാധിപത്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്